നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർ ഒരു വീഡിയോ ചെയ്യാൻ എന്നോട് പറഞ്ഞായിരുന്നു. ഒരു റിയാക്ഷൻ വീഡിയോ. ഞാനത് അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ അതങ്ങ് മറന്നുപോയി. പക്ഷേ ആ സബ്സ്ക്രൈബർ വീണ്ടും വീണ്ടും ശ്രമിച്ചപ്പം ഞാൻ അതിൻ്റെ ശ്രദ്ധയിൽ വരാൻ തുടങ്ങി. അങ്ങനെ സത്യത്തിൽ ഞാൻ എൻ്റെ ചാനലിൽ ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. കാരണം പിന്നെ അത് വലിയൊരു കോമ്പറ്റീഷൻ പോലെ പോകും. എന്നെ ഇത് ചെയ്യാൻ വേണ്ടി അയാളൊരു വീഡിയോ ഇടും, പിന്നെ അതിന് റിപ്ലൈ കൊടുക്കും. അങ്ങനെ എൻ്റെ വീഡിയോയിലിടുന്ന കണ്ടൻറ്റ് മൊത്തം ഇതായി പോകും. അതായത് അത് ചെയ്യുമ്പോൾ എനിക്കുള്ള ഫീല് എനിക്ക് കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നത് എന്നൊരു ഫീൽ എനിക്ക് വരും. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ വരും. എനിക്ക് യൂട്യൂബിൽ ഇടാൻ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വ്യൂവേഴ്സിനെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാനും ചുമ്മാ അവരുടെ ടൈം കളയാൻ വേണ്ടി ഞാനിങ്ങനെ ഒരാളെ റിയാക്റ്റ് ചെയ്യുന്നു, അയാൾ പിന്നെ എന്നെ റിയാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ വ്യൂവേഴ്സിൻ്റെ ടൈമാണ് വേസ്റ്റ് ആവുന്നത് അവിടെ. അങ്ങനെ ചെയ്യുന്ന പോലെ എനിക്കൊരു ഫീൽ വരും. അതുകൊണ്ട് റിയാക്ഷൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചാൽ പിന്നെ വേറെ ഐഡിയ എനിക്കുണ്ടായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബർ ഏത് വീഡിയോ ചെയ്യാൻ പറഞ്ഞാലും എനിക്കറിയാവുന്ന കാര്യം അതായത് എനിക്കറിയാവുന്നത് എങ്ങനെയാണ്, ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകളെല്ലാം ഞാൻ ഒരുപാട് കാണാറുണ്ട്. അതുപോലെ ഒരുപാട് PDF അതുപോലെ ഒരുപാടെടുത്ത് നോക്കിയിട്ട് ഞാൻ പഠിക്കാറുണ്ട്. അല്ലാതെ ഫിലോസഫർമാരുണ്ട്, അവരോട് പോയി എനിക്കറിയുന്ന ടോപ്പിക്കിനെക്കുറിച്ച് എനിക്ക് വേണ്ട ടോപ്പിക്കിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയുന്ന ഫിലോസഫറുണ്ട്. അതുപോലുള്ളവരോടൊത്ത് പോയി അപ്പോൾ അവർ ഒരുപാട് ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന കുറേ അറിവുകളായിരിക്കും. അതൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ ഞാൻ പറയും. അപ്പോൾ ഞാൻ ആൽഫ മെയിലിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ഒരുപാട് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അധികം അറിവില്ല. ഹിസ്റ്ററി ആയാലും ബയോളജി ആയാലും സൈക്കോളജിയെക്കുറിച്ച് 1000 ചോദ്യം ചോദിച്ചാലും എനിക്കത് പ്രൂവ് ചെയ്ത് വിശദീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ച് തരാൻ പറ്റും. പക്ഷേ ഇത് എനിക്കറിയാത്തൊരു ഫീൽഡാണ്. ഈ വീഡിയോ ഇപ്പോൾ 8-ാം തീയതി രാവിലെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, വെളുപ്പിന് ഒരു ടൈമിൽ. അപ്പം ഇത് എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. ഈ വീഡിയോയിൽ കൂടുതലും എനിക്കറിയുന്ന സൈക്കോളജിയെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. എൻ്റെ ചാനലിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യം ചോദിച്ചാലും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എൻ്റെ ചാനലിൽ തന്നെ അങ്ങനെ വീഡിയോ ഇടുന്നത്. ഏത് ടോപ്പിക്ക് പറഞ്ഞാലും അത് ഞാൻ പ്രൂവ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. 1-2 ക്ലയൻറ്റിൻ്റെ സ്റ്റോറി പറയും, അല്ലെങ്കിൽ അങ്ങനെ ഇടുന്നത്. അതുപോലെ പല യൂട്യൂബ് ചാനലിലെയും വീഡിയോ അതുപോലൊക്കെ എടുത്ത് ഞാൻ കോപ്പി ചെയ്തെന്ന് പറയത്തില്ല, എൻ്റെയും കൂടെ ആഡ് ചെയ്ത്, അതായത് നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് തോന്നിയിട്ട് ആ കണ്ടൻറ്റ് ഞാനെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പറയാറുണ്ട്. ഇപ്പം സൈക്കോളജി ഞാൻ കുറേ പഠിച്ച് പോയത് തമിഴിൽ നിന്നൊക്കെ കുറേ ഐഡിയകളൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ചില കണ്ടൻറ്റൊക്കെ അതുപോലെ എടുത്ത് ഞാൻ ഇടാറുണ്ട്. എന്നിട്ട് എൻ്റെ ക്ലയൻറ്റിന് വന്ന് സ്റ്റോറിയൊക്കെ ഞാൻ പറയും. അതായത് ഞാൻ ആളുകൾക്ക് ഏതാണോ ഏറ്റവും അത്യാവശ്യം എന്ന് തോന്നുന്നത്, ഇപ്പോൾ യൂട്യൂബിൽ ഒരു ടോപ്പിക്ക് കാണും ഞാൻ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് ഇതിലുള്ള നോളജ് ഞാനിതിൽ സ്വയം ആർജിച്ചത്, അതുപോലെ മറ്റ് ഒരുപാട് ഫിലോസഫർ എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലേ ബോയ്കൾ. അവന്മാരുടെ ഉള്ളിൽ നിന്ന് അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവന്മാർക്ക് ഐഡിയകൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും ചില പ്ലേ ബോയ്സിന്. അപ്പോൾ അതുപോലുള്ളവരോട് സംസാരിക്കും. എന്നിട്ട് ആ ടോപ്പിക്ക് എല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ കുറേ നേരം ഒന്ന് ചിന്തിച്ച് എക്സാമ്പിളുകൾ അതുപോലെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാം എഴുതിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടും. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് ലെങ്ത് ആയിരിക്കും. വലിയ വീഡിയോകളാണ്, 25 മിനിറ്റുള്ള വീഡിയോകൾ വരെയാണ് കിടക്കുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതായിട്ടുള്ള ഓരോ ടോപ്പിക്ക് എടുത്തിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറേ കാര്യങ്ങളൂടെ മിക്സ് ചെയ്ത് അത് ഞാൻ പ്രൂവും ചെയ്തിട്ട് 1-2 ക്ലയൻറ്റ് സ്റ്റോറി അല്ലെങ്കിൽ എക്സാമ്പിൾ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞ് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു പുതിയ അറിവ് ഞാൻ തരാൻ നോക്കും. എൻ്റെ ചാനലിലുള്ള ഒട്ടുമിക്ക വീഡിയോ നോക്കിയാൽ മതി, അത് ഒരുപാടടുത്തും കേട്ടിട്ടില്ലാത്തതായിരിക്കും. അങ്ങനെ ഇടയ്ക്ക് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ നാച്ചുറൽ ബോഡി അങ്ങനെ ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വന്നു. അതുപോലെ നാച്ചുറൽ അങ്ങനെ ഇടയ്ക്ക് എപ്പോഴും വന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടത്. നാച്ചുറൽ സ്ക്വാഡ് കണ്ടിട്ടുണ്ടോ? ഞാൻ നാച്ചുറൽ സ്ക്വാഡിൻ്റെ ഫാനാണ്, അങ്ങനെ പറഞ്ഞൊരു ഇത് കണ്ടായിരുന്നു. അപ്പോൾ നാച്ചുറൽ സ്ക്വാഡ് എനിക്കറിയാം, ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് കുറച്ച് നാൾ മുമ്പ് ഈ പാല് കുടിക്കുന്നതിനെക്കുറിച്ച് ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി കഴിവതും ഒരു വീഡിയോ തന്നെ പുള്ളി ഇട്ടിരുന്നത്. അപ്പോൾ അത് കുറേ മണ്ടന്മാർ അറിയാതെ വീണ്ടും അതിനെക്കുറിച്ച് അറിവില്ലാതെ വീണ്ടും റിയാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളിയും വീണ്ടും ഒരാൾക്കെങ്കിലും അതായത് അയാളുടെ സബ്സ്ക്രൈബേഴ്സിന് സത്യം മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. ഒരുപാട് ഷോർട്സ് അതിനുവേണ്ടി തന്നെ ഇട്ടുകൊണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പുള്ളി നല്ല അറിവുള്ള ഒരാളാണ്, അതായത് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് കണ്ടുപിടിക്കുന്നത്. അതായത് എവിടെയും കേട്ടിട്ടില്ലാത്തൊരു വീഡിയോ ആയിരുന്നു ഞാൻ. അത് പാലിനെ ഇങ്ങനെ കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്, പാല് കുടിച്ചുകൂടാ, അതൊരു മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പം കണ്ടത് ഇയാൾ ബൈബിളിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എനിക്ക് ബൈബിളിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ വേറെ സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട് എന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പം പിന്നെ യൂട്യൂബ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമല്ലോ നമ്മളൊരു വീഡിയോ കണ്ടാൽ, പിന്നെ ഇയാൾ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നു, അതുപോലെ ഈ ഗോത്രങ്ങളെക്കുറിച്ച് ആൽഫ മെയിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പുള്ളി ഈ സിഗ്മ മെയിൽ പോലെ മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. അത് കാരണം അയാൾ നിർത്താതെ ഒരുപാട് സബ്ജക്റ്റിനെക്കുറിച്ച് പഠിക്കുന്ന, അയാൾക്ക് അറിയാവുന്നതിൽ അയാളുടെ ഐഡിയകൾ പറയുന്നത്. അതിൽ ഒരുപാടും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, കാരണം എനിക്ക് ഹിസ്റ്ററി ഒന്നും അത്ര അറിഞ്ഞുകൂടാ. ആ കമൻറ്റിൽ ഇങ്ങനെ എഴുതിയിരുന്നത് ബ്ലാക്ക് പിൽ ബീറ്റ ഒന്ന് റിയാക്ട് ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ച് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, മുമ്പ് ഞാൻ റിസർച്ച് ചെയ്തപ്പം ഈ ചാനലുണ്ടായിരുന്നു. ഞാനപ്പോൾ ആ കമൻറ്റിന് റിപ്ലൈ ഇട്ട് ബ്ലാക്ക് പിൽ നല്ല ചാനലാണ്, അതിൽ റിസർച്ച് അടിപൊളിയാണ് എന്ന് ഞാനിട്ട്.
അപ്പോഴും അവൻ പറഞ്ഞ് ആ ലേറ്റസ്റ്റ് ഇതൊന്ന് പോയി കാണും ബ്രോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ നമ്മുടെ പഴയ ഷർട്ടൂരാനെ പിന്നെ ഞാൻ അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ പുള്ളി ഇച്ചിരിയുടെ ഗ്ലാമർ ആയിട്ടുണ്ട്. പുള്ളി വീണ്ടും പുള്ളിക്ക് ഒക്കുന്ന രീതിയിലൊക്കെ ഫിലോസഫി വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. പുള്ളി വേറെ ലെവലായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. സബ്സ്ക്രൈബും കുറേ കൂടിയിട്ടുണ്ട്, ലൈക്കുകളും കൂടിയിട്ടുണ്ട്. നോക്കിയപ്പം പുള്ളി റിയാക്ഷൻ വീഡിയോകളാണ് തോന്നിയിടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് കുറേ മണ്ടന്മാരൊക്കെ വന്ന് ഈ വീഡിയോസ്, അതായത് പുള്ളി പറയുന്നത് മനസ്സിലാക്കാൻ ഒരു ഒരു 30% ആളുകൾക്കേ പറ്റത്തുള്ളൂ. കാരണം പുള്ളി അത്രയും ഡീപ്പായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതായത് അപ്പം മേളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ അതിലൊന്നും തോന്നത്തില്ല. അതിൽ ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും അയാൾ പറയുന്നത്. ഒരു 5-6 വീഡിയോകൾ അയാളുടെ കണ്ടാലേ നമുക്ക് ആ ടോപ്പിക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ഈ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തവന്മാരൊക്കെ ചെന്ന് ഇതിന് ഒരു വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവൻ പറയുന്നത് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പേ റിയാക്ട് ചെയ്യും. അങ്ങനെയൊക്കെ കുറേ ഞാൻ കമൻറ്റുകൾ നോക്കി, പിന്നെ അയാൾ തന്നെ കമൻറ്റിന് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ട്. അപ്പോൾ ബ്ലാക്ക് പില്ലിൻ്റെ ഒരു സംഭവം എനിക്ക് തെറ്റായിട്ട് തോന്നി. അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അതായത് ഞാൻ ആ കമൻറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഒന്ന് പറയുകയാണ്, റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ബ്ലാക്ക് പില്ലിൻ്റെ ചാനൽ ഒരു അടിപൊളി വീഡിയോ കിടപ്പുണ്ട്. അതൊരു ടിൻഡർ എക്സ്പെരിമെൻറ്റാണ്. ഈ ടിൻഡർ ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളുടെ ഒരു സൈക്കോളജിയെക്കുറിച്ച് പുള്ളി കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനും ടിൻഡറിൽ കുറേ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തതാണ്. എന്നാലും പുള്ളിയുടെ വീഡിയോ ഒക്കെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് റിസർച്ചിന് വേണ്ടി യൂട്യൂബിനെ തന്നെ ആശ്രയിക്കാറുണ്ട്. എന്ന് വെച്ചാൽ യൂട്യൂബിനെ മാത്രം ആശ്രയിക്കില്ല, നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇൻ്റർനെറ്റിനെയും കൂടെ ആശ്രയിക്കാൻ പറ്റും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഞാനാണെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് സെക്സിനെ കുറിച്ചുള്ള ഫാൻറ്റസികൾ, അതിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ താല്പര്യം, അതൊക്കെ നോക്കാൻ വേണ്ടി, അവർക്ക് അതിലുള്ളൊരു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ ഒരു ഗ്രാഫുകൾ ഒരുപാട് നോക്കിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾ സെർച്ച് ചെയ്യുന്ന ഏത് ടൈപ്പ് പോണാണ്, അതുപോലെ അഗ്രസീവായിട്ടുള്ള ഫോണുകളാണോ, അതുപോലൊക്കെ ഞാൻ നോക്കും. പിന്നെ പെണ്ണുങ്ങൾ കണ്ടിട്ടുള്ള വാച്ച് ഹിസ്റ്ററി എടുത്ത് അതിലെ ഡാറ്റ ഞാൻ കളക്ട് ചെയ്യും. പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഏത് ടൈപ്പ് ഫോണാണ്, അഗ്രസീവായിട്ടുള്ളതാണോ അല്ലാത്തതാണോ, അതിനെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ റിസർച്ചിനിടയ്ക്ക് എനിക്ക് ബ്ലാക്ക് പില്ലിൻ്റെ ടിൻഡർ എക്സ്പെരിമെൻറ്റ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് പോയി കാണണം. അയാൾക്ക് ബയോളജിയെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും വലിയ പിടിയൊന്നുമില്ല, എവിടെയോ കേട്ട കാര്യമാണ് വന്ന് പറഞ്ഞത്. പക്ഷേ സൈക്കോളജിയിൽ ഈ ഹൈപ്പർഗമിയെക്കുറിച്ചൊക്കെ പുള്ളി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. ബയോളജിയിൽ അയാൾ പൊട്ടത്തരം പറഞ്ഞെങ്കിലും ഇതിൽ അയാൾ കറക്റ്റാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഷട്ടൂരാൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം, നല്ല അടിപൊളിയാണ്. നിങ്ങൾ നാച്ചുറൽ ബോഡി ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ടിപ്പ് അതിലുണ്ട്. അതുപോലെ ഒരുപാട് കണ്ടൻറ്റൊക്കെ അതിൽ പറയുന്നുണ്ട്. വെറൈറ്റി കണ്ടൻറ്റുകളാണ്, വേറെങ്ങും പറഞ്ഞിട്ടില്ലാത്ത കണ്ടൻറ്റുകളാണ്. അപ്പോൾ കാണാത്തവർ പോയി കാണുക. ഈ വീഡിയോ കഴിഞ്ഞിട്ടേ പോയി കാണാവേ. അപ്പോൾ ബ്ലാക്ക് പില്ല് യൂട്യൂബർ പറഞ്ഞ ഒരു മിസ്റ്റേക്ക്, അത് പറയാനാണ് ഞാൻ വന്നത്. ഷട്ടൂരാൻ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തായിരുന്നു. അയാൾ ചെയ്തത് ഈ വോയിസ് മാറ്റിയിട്ട് കൊച്ചുങ്ങളുടെ ഒരു വോയിസ് ആക്കിയിട്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് മുമ്പ്. അതായത് എനിക്ക് മുമ്പൊരു ചാനലുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ വേറെ ഏതെങ്കിലും കണ്ടൻറ്റ് എടുത്തിടുമ്പം അതിൽ കോപ്പിറൈറ്റ് വരും. അതായത് യൂട്യൂബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഒരു 5 മിനിറ്റുള്ള പാട്ടെങ്കിലും ഉണ്ടെങ്കിലും കോപ്പിറൈറ്റ് എന്ന് ഉടനെ എഴുതി കാണിക്കും. അതുകൊണ്ട് ഞാൻ അതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അയാളും അതുപോലെ ചെയ്തതായിരിക്കും. പക്ഷേ അയാളൊന്ന് എടുത്ത് പറയണമായിരുന്നു, ഇവൻ്റെ സൗണ്ട് ഞാൻ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സൗണ്ട് മാറ്റിയിട്ടുണ്ട് എന്നൊന്ന് പറയണമായിരുന്നു. പക്ഷേ അത് പറഞ്ഞിട്ടില്ല. അപ്പം അതിനെക്കുറിച്ചും ഈ ബ്ലാക്ക് പില്ല് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയി കണ്ട്, അപ്പോൾ രണ്ടിൻ്റെ സൗണ്ട് വേറെ ആയിരുന്നു. അപ്പം ഈ ബ്ലാക്ക് പില്ല് പറഞ്ഞത് എന്താണ്, ആൽഫ മെയിൽ, അതായത് ഈ അലക്സാണ്ടറൊക്കെ ദുഷ്ടനാണ്, ചെങ്കിസ് ഖാൻ ദുഷ്ടനാണ്, ഒരുപാട് രാജാക്കന്മാർ ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് പെണ്ണുങ്ങളോട് സെക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഷട്ടൂരാൻ പറയുന്നത് അവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഇവൻ രാജാവിനെയാണ് വേണ്ടത്, രാജാവിൻ്റെ കൂടെ സെക്സ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആൽഫ മെയിൽ നല്ലവനായിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതായത് ആൽഫ മെയിൽ ചിലപ്പോൾ ദുഷ്ടനായിരിക്കും, ആൽഫ മെയിൽ ചിലപ്പോൾ ചതിക്കുന്നവനായിരിക്കും. പക്ഷേ ആൽഫ മെയിൽ ആയാൽ പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ വരും. അതായത് ആൽഫ മെയിൽ എന്ന് വെച്ചാൽ സ്ട്രോങ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത്, കുറച്ച് ഡോമിനേറ്റ് ആയിരിക്കും, അവൻ്റെ സ്വഭാവം ഡോമിനേറ്റ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില പെണ്ണുങ്ങൾ ബാഡ് ബോയ്സിൻ്റെ പുറകെ നടക്കും. അവന്മാർ എക്സ്ട്രീമായിട്ട് അവളെ റോഡിയിട്ട് അടിച്ച് കയ്യും കാലും ഓടിച്ചാലും അവനെ തന്നെ മതി എന്ന് പറഞ്ഞ് പുറകെ പോകും. എന്ന് വെച്ചാൽ അവന്മാർക്ക് കൊടുക്കാത്ത ആറ്റിറ്റ്യൂഡും കോൺഫിഡൻസും, അവന്മാരെന്തെല്ലാം ധൈര്യശാലികളും, ഒന്നിനെ പേടിക്കാത്തവരും, റൂൾസിൽ പോലും പേടിക്കാത്ത ചിലരൊക്കെ ഉണ്ട്. അപ്പം അപ്പോഴൊക്കെ അവൾക്ക് തോന്നുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഫീലാണ്, മനസ്സിലായോ? അതായത് ഇപ്പം നാച്ചുറൽ സ്കോഡുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ഭൂമിയിൽ അതിജീവിക്കാൻ എനിക്ക് സെക്യൂരിറ്റി ഇവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ആ പെണ്ണിന് ചെറിയൊരു ഫീൽ ഉണ്ടാവും, മനസ്സിലായോ? അതുപോലെ വേറൊരു കാര്യം ഇതിൽ എനിക്കറിയുന്നത്, ഈ നാച്ചുറൽ ബോഡി പെണ്ണുങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല നാച്ചുറൽ ബോഡി ഏതാണെന്ന്, മനസ്സിലായോ? ഇപ്പോൾ സ്റ്റിറോയിഡ് അടിച്ച ഒരുത്തനെ കണ്ടാലും പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ വരും. കാരണം പെണ്ണുങ്ങളുടെ DNA എഴുതി വെച്ചേക്കുന്നത് മസിലുള്ള ബോഡി നിങ്ങൾ അട്രാക്റ്റ് ആയിക്കുമെന്നാണ്. അതായത് മസിലുള്ള ബോഡി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അട്രാക്ഷൻ വരും. ഈ പീരീഡ്സ് സമയത്തൊക്കെ ആണെങ്കിൽ മസ്കുലർ ബോഡി, അതായത് ഒരു മെൻ ടൈപ്പ്, അതിനോടായിരിക്കും താല്പര്യം. ഇപ്പം ഞാൻ വേറെ എക്സാമ്പിൾ പറയാം.
അതായത് താടിയുള്ള ആണുങ്ങളെ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. അതായത് അവൾക്ക് സബ് കോൺഷ്യസ് ആയിട്ടൊരു ഫീൽ ഉണ്ടാവും ഇവന് ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലാണ്. അതായത് ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലാണെങ്കിൽ അഗ്രസീവ് കൂടുതലാണ്, അതായത് വേട്ടയാടാനുള്ള കഴിവ് കൂടുതലാണ്. അതുപോലെ ഇപ്പം എതിരാളികൾ വന്നാൽ വേറൊരു ഗോത്രത്തിൽ നിന്ന് ആൾ വന്നാൽ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. വേറൊരു ടീം വന്നാലും ഒറ്റയ്ക്ക് നിന്ന് അറ്റാക്ക് ചെയ്യാനുള്ള കഴിവൊക്കെ കൂടുതലാണെന്നുള്ളൊരു ഫീൽ അവളുടെ DNA യിലുണ്ട്. അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അതറിയാം. അപ്പോഴും ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, വെപ്പ് താടി വെച്ച് അവളുടെ മുമ്പിൽ ചെന്ന് നിന്നാലും അവൾക്ക് അട്രാക്ഷൻ വരും. കാരണം അവൾക്കറിയത്തില്ല ഞാൻ വെപ്പ് താടിയാണ് വെച്ചേക്കുന്നത്. അതുപോലെയാണ് ഈ നാച്ചുറൽ ബോഡിയും സ്റ്റിറോയിഡ് ബോഡി. അതായത് സ്റ്റിറോയിഡ് ബോഡി ഏതാണെന്ന് നാച്ചുറൽ ബോഡി ഏതാണെന്ന് പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല. തിരിച്ചറിയാൻ പറ്റിയാൽ നാച്ചുറൽ ബോഡിയുടെ പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ തോന്നത്തുള്ളൂ. പക്ഷേ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക മാർഗ്ഗം അവരുടെ ഉള്ളിലില്ല. കാരണം ഈ പ്രകൃതിയിൽ സ്റ്റിറോയിഡ് ബോഡി പ്രത്യേകമായിട്ട് ഉണ്ടായതാണ്, അല്ലാതെ പ്രകൃതിയിലുള്ളതല്ല. പ്രകൃതിയിലുള്ളതാണെങ്കിൽ ഇപ്പം നമ്മുടെ മൈൻഡിന് തന്നെ അത് അറിയാനുള്ള കഴിവാണ്. ഇത് പ്രകൃതിയിലില്ല, പുതിയതായിട്ട് കണ്ടെത്തിയത്. അതായത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് നമ്മുടെ തലച്ചോറിനില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വെപ്പ് താടി മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലേ. വെപ്പ് താടി ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ കളഞ്ഞു കിടന്ന് കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ, വെപ്പ് താടി നമ്മൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വെപ്പ് താടി വെച്ചൊരു പെണ്ണിൻ്റെ അടുത്ത് പോയാലും അവൾക്ക് അട്രാക്ഷൻ വരും. ഞാനൊരു മെന്നാണ്, ഞാനൊരു പുരുഷനാണ്, എനിക്ക് പൗരുഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അട്രാക്ഷൻ വരും. സത്യത്തിൽ ഇത് ഫേക്ക് അട്രാക്ഷനാണ്, പക്ഷേ അവൾക്ക് പോലും അറിയത്തില്ല. മനസ്സിലായി? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നാച്ചുറൽ സ്ക്വാഡിലെ ആൾക്ക് നല്ല മസിലുണ്ട്, നല്ല ഐക്യമുണ്ട്. അയാളുടെ വീഡിയോ കണ്ടാൽ നമുക്ക് നല്ലവനാണെന്ന് തോന്നും. പക്ഷേ ഞാൻ പറയുന്നത് നാച്ചുറൽ ബോഡിയുള്ള നല്ല ഐക്യമുള്ള എല്ലാവരും നല്ലവനായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മനസ്സിലായോ? ഇപ്പം പഴയ എന്താണ് ഞാൻ പറയാം, ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. അവർ ഈ സൈക്കോ ആയിരിക്കും, അടിക്കും, അതുപോലൊക്കെ ചെയ്യും. വീട്ടിൽ ചെന്ന് നോക്കിയാൽ അവരൊക്കെ പാലും കുടിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ സോറി, ഒരു കോമഡി ആയിട്ട് പറഞ്ഞേ. അതായത് ആൽഫ മെയിൽ നല്ലവനാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളിപ്പം ഈ അനിമൽ സിനിമയിലെ രൺവീർ കപൂർ, അവനും ഒരു ആൽഫ മെയിലാണ്. അവൻ നല്ലവനാണോ ചീത്തയാണോ എന്നതിലൊരു പ്രസക്തിയില്ല. പെണ്ണുങ്ങളെ തന്നെ കണ്ടിട്ടില്ലേ, പെണ്ണുങ്ങളുടെ അട്രാക്ഷൻ വരുന്നത് നല്ലതാണോ ചീത്തയാണോ നോക്കിയല്ല, അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ, അവരെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ. ഇപ്പം ഈ ഷർട്ടൂരാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂടുതൽ കാലം ഈ ഭൂമിയിൽ അതിജീവിക്കാൻ പറ്റുമോ, കൂടുതൽ ആരോഗ്യമുള്ള കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റുമോ, ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇവർക്ക് വേണ്ടത്. അല്ലാതെ ഇവൻ നല്ലതാണോ ചീത്തയാണോ. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. അതായത് ആൽഫ മെയിലിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ആൽഫ മെയിലിന് 2 ക്വാളിറ്റി മാത്രം മതി. ഈ 2 ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവൻ ചീത്തയായാലും പെണ്ണുങ്ങൾ വരും. അതായത് ഈ 2 ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവൻ ആൽഫ മെയിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് പെണ്ണുങ്ങൾക്ക് അറിയണ്ട. അതായത് ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അതിജീവിക്കാൻ പറ്റണം, അവളെയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവളുടെ അവസാനം വരെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ച് അവളെ അവസാനം വരെ അവളെ ജീവനോടെ നിർത്താൻ പറ്റണം. 2, അവൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കാനും അവന് പറ്റണം. അതായത് അവൻ സ്ട്രോങ് ആയിരിക്കും, അവന് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ആൽഫ മെയിലാണ്. നിങ്ങൾ നല്ലതായാലും ചീത്തയായാലും നിങ്ങളെ പെണ്ണുങ്ങൾ തേടി വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാര്യം ഞാൻ പ്രൂവ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കത്തുള്ളൂ. ഇപ്പം എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ സംസാരിക്കുകയാണ്. എനിക്ക് അധികം ബയോളജി അറിയത്തില്ല, പക്ഷേ ഞാൻ ബയോളജിയും സൈക്കോളജിയോടെ കണക്ട് ചെയ്ത് ജസ്റ്റ് സംസാരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കണം, ഒരു ക്ലാസ്സിൽ ഒരു 5-6 ബാഡ് ബോയ്സ് ആണ്. ഈ ബാഡ് ബോയ്സ് ആയിരിക്കും ബാക്കി വരുന്ന 10-20 ആണുങ്ങളെ പേടിപ്പിച്ച് നിർത്തിക്കുന്നത്. അപ്പോഴേ ഈ ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങൾ വിചാരിക്കും, അതായത് ആ ക്ലാസ്സിലുള്ള പെണ്ണുങ്ങൾ വിചാരിക്കും ഇവന്മാർ ആൽഫ മെയിലാണെന്ന്. കാരണം പെണ്ണുങ്ങളുടെ മൈൻഡിൽ ഒന്നേ അറിയത്തുള്ളൂ അവളുമാർക്ക്. അതായത് ഗ്രൂപ്പിൻ്റെ ലീഡർ ആൽഫ മെയിലാണെന്ന് ഇവളുമാർ വിചാരിച്ച് വെച്ചേക്കുന്നത്. അപ്പം സത്യത്തിൽ അവനൊക്കെ ആൽഫയാണോ, അവനൊക്കെ ബാഡാണ്. കാരണം അവന് 2 കാര്യം കൊടുക്കാൻ പറ്റത്തില്ല, ഒന്നും കൊടുക്കാൻ പറ്റും. അതായത് അവൻ സ്ട്രോങ് ആയതുകൊണ്ട് അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും, പക്ഷേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവൻ്റെ ബ്ലഡിൽ മൊത്തം കഞ്ചാവും MDMA അതും ഇതൊക്കെ ആയിരിക്കും. അവൻ ബാഡല്ലേ, അപ്പോൾ അവന് 2 കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ പെണ്ണ് വിചാരിക്കും ഇവൻ സ്ട്രോങ് ആണ്, അപ്പോൾ ഇവന് ഇത് രണ്ടും എനിക്ക് തരാൻ പറ്റുമെന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ പോലും അറിയാതെ, അതായത് അവൾ അറിയാതെ അട്രാക്റ്റ് ആയിപ്പോൾ. കാരണം അവൾക്ക് അറിഞ്ഞൂടാ അവളുടെ DNA ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അവൾ അട്രാക്റ്റ് ആകുന്നത്. അവളോട് ചോദിച്ചാൽ അവൾ പറയും എന്തോ എനിക്ക് ഇഷ്ടം തോന്നി അട്രാക്റ്റ് ആയി എന്നേ പറയത്തുള്ളൂ. അതായത് ഞാനും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യണം, നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം, നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം. അപ്പോഴേ എന്ത് ചെയ്യും, അവൾക്കൊരു ഇല്യൂഷൻ വരും. ഞാൻ വരുന്ന ക്ലൈൻറ്റുകളോടെല്ലാം പറയും മെൻ്റലി സ്ട്രോങ് ആയിട്ട് അവരുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറയും. എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയിട്ടിരുന്നാൽ അവൾക്ക് സെക്ഷുവലി നിങ്ങളോട് അട്രാക്ഷൻ വരും. അതായത് നിങ്ങളോട് സെക്സ് ചെയ്യാൻ വരെ അവൾക്ക് താല്പര്യം വരുമെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് തൻ്റെ ഇടത്തോടൊക്കെ ബോൾഡായിട്ട് നിൽക്കുമ്പം അവൾ ചിന്തിക്കും ഇവൻ ആൽഫ മെയിലാണ്, ഇവന് ഇന്ന കാര്യങ്ങൾ എനിക്ക് തരാൻ പറ്റും, ഞാൻ മുമ്പ് പറഞ്ഞ 2 ക്വാളിറ്റി നിങ്ങളിലുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളിലോട്ട് അട്രാക്റ്റ് ആവും. മനസ്സിലായോ? പക്ഷേ വരുമ്പോൾ നിങ്ങളിൽ അതൊന്നും ഇല്ലെങ്കിൽ ഓമ്പല. അതുപോലെ സ്റ്റിറോയിഡ് അടിച്ച് നടക്കുന്ന ആണുങ്ങൾ ആൽഫ മെയിലാണെന്ന് പെണ്ണുങ്ങൾ അറിയാതെ തെറ്റിദ്ധരിച്ച് പോകും. കാരണം പെണ്ണുങ്ങളുടെ മൈൻഡിൽ എഴുതി വെച്ചേക്കുന്നത് മസിലുള്ളവനെ നോക്കി നീ അട്രാക്റ്റ് ആയിക്കോ, അവൻ നിനക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ തരുമെന്നാണ്. പക്ഷേ അവൾക്ക് അറിഞ്ഞുകൂടാ, അവൾക്കത് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല അവൻ സ്റ്റിറോയിഡ് ആണോ നാച്ചുറൽ ആണോ എന്ന്. അവൾ അട്രാക്റ്റ് ആവും, അവൾക്ക് ഈ 2 സംഭവം കിട്ടുമെന്ന് വിചാരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പ്രൊട്ടക്ഷനും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളും കിട്ടുമെന്ന് വെച്ച് അവൾ പോലും അറിയാതെ അട്രാക്റ്റ് ആവും. അട്രാക്റ്റ് ആയിട്ട് ചെന്ന് കയറി കൊടുക്കുമ്പം ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാവും, വികലാംഗരായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അതായത് അവളെ കെട്ടിയിരിക്കുമ്പോൾ തന്നെ അവളുടെ ഭർത്താവ് വടിയാവുമായിരിക്കും. അപ്പോഴും അവൾക്ക് മനസ്സിലാവത്തില്ല
എന്തുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയെന്ന് അവൾക്ക് പോലും അറിയത്തില്ല എന്താ കാര്യമെന്ന്. മനസ്സിലായോ? ഒരു ബയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ അവൾക്ക് ബയോളജി അറിയാമെങ്കിൽ അവൾ മനസ്സിലാവും. എന്തെങ്കിലും അവൾ ബയോളജി മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാവും. ഒരു ബയോളജി അറിയുന്നൊരു പെണ്ണാണെങ്കിൽ ഇതൊക്കെ നാച്ചുറലായിട്ട് ഫോളോ ചെയ്ത് അവൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തനെ ഇണയായിട്ട് തിരഞ്ഞെടുക്കും. ഇല്ലാത്ത പെണ്ണുങ്ങളൊക്കെ ബാഡ് ബോയ്സിൻ്റെ കൂടെ പോകും. കാരണം ബാഡ് ബോയ്സ് സ്ട്രോങ് ആയിട്ട് പെരുമാറും. കുറച്ച് തൻ്റെ ഇടമൊക്കെ കാണിക്കുമ്പോൾ വിചാരിക്കും ബാഡ് ബോയ്സ് ആൽഫ മെയിലാണ്, ബാഡ് ബോയ്സിൻ്റെ കൂടെ പോയാൽ ഈ 2 ക്വാളിറ്റി കിട്ടുമെന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആൽഫ മെയിലിന് വേണ്ടുന്ന മുമ്പത്തെ 2 ക്വാളിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ദുഷ്ടനായാലും പെണ്ണുങ്ങൾക്ക് നിങ്ങളോട് താല്പര്യം. എന്ന് വെച്ചാൽ എക്സ്ട്രീം ദുഷ്ടനല്ല, ഇപ്പം കണ്ണി കാണുന്നവരൊക്കെ തല്ലിക്കൊന്നു ആ ഒരു റേഞ്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നല്ലവനല്ല, ചീത്തയായിട്ട് കുറച്ചിരുന്നാലും പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ വരും. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എനിക്ക് തന്നെ ഒരുപാട് ക്ലയൻറ്റ് വരും. ഞാൻ അവരോട് പറയും, സിസ്റ്ററെ ഇത് ഇങ്ങനെയൊന്നും ചെയ്യരുത്, അവൻ പോകുന്നെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. കാരണം അവൻ്റെ ഈ പെരുമാറ്റം കണ്ടാൽ തന്നെ അറിയാം നാളെ കല്യാണം കഴിച്ചാൽ തന്നെ നിയർലി നിങ്ങളെ കൊല്ലാൻ വരെ ചാൻസ് ഉണ്ട്. അത്രയ്ക്കും അഗ്രസീവ് എക്സ്ട്രീമായിട്ട് ബാഡായിട്ടുള്ള ഒരുത്തനാണ്. അപ്പോൾ അവൾ പറയും, ഇല്ല അത് ഞാൻ അവനെ തിരുത്തിക്കോളാം, ഞാൻ അവനെ സ്നേഹം കൊണ്ട് തിരുത്തിക്കോളാം, നിങ്ങൾക്ക് ഞാൻ പേയ്മെൻറ്റ് ചെയ്തല്ല, നിങ്ങൾ കൺസൾട്ടിങ് ബുക്ക് ചെയ്തിട്ട് നിങ്ങളെന്തോ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് ലോജിക്കായിട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരും. അതായത് അവൾക്ക് അറിയണ്ട, അവൾ പറയും ഞാൻ തിരുത്തിക്കോളാം എന്ന് പറയും. മനസ്സിലായോ? കാരണം എന്തുവാ, അവൻ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണ്ട. അവൾക്ക് ഈ 2 അതായത് പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ തന്നെ അവൾക്ക് സ്ട്രോങ് ആണ്, അവൾക്ക് പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ. ഇപ്പോൾ ബാഡ് ബോയ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളും ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനും എൻ്റെ ലൈനൂടെ നടന്നു പോവാണ്. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ അവളെ ഇങ്ങനെ നോക്കിയാൽ ഞാൻ ചെയ്യും, 1-2 തവണ ക്ഷമിക്കും. പിന്നെ ചോദിക്കും എന്താ നിങ്ങൾ നോക്കുന്നത് എന്ന് ചോദിക്കും. ഒരു ബാഡ് ബോയ് ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? എൻ്റെ സ്ഥാനത്ത് എന്താ മേരെ നോക്കുന്നതെന്ന് ആദ്യത്തെ സെക്കൻഡിൽ തന്നെ ചോദിക്കും. അപ്പോൾ മനസ്സിലായി ആ പെണ്ണിന് ഉള്ളിൽ തോന്നുന്നത് ഇവൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഇവൻ ഏത് എക്സ്ട്രീം സ്റ്റേജ് വരെ എനിക്ക് വേണ്ടി പോകും, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊരു ഫീൽ കിട്ടും. അപ്പോൾ ബാഡ് ബോയ്സ് ഇങ്ങനെ ഒരു ഫീൽ കൊടുക്കുന്നിടത്തോളം കാലം പെണ്ണുങ്ങൾ വിചാരിക്കും ഇവൻ ആൽഫ മെയിലാണ്, ഇവൻ സ്ട്രോങ് ആണ്, ഇവൻ പിള്ളേരെ തരും എന്നൊരു ഫീലിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര ലോജിക്കായിട്ട് സംസാരിച്ചാലും ഇവൾ പറയും ഇല്ല എനിക്ക് ഇവനെ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പം മനസ്സിലായി അട്രാക്ഷന് നിങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണ്ട. നിങ്ങൾ മാൻലി ആയിട്ട് പെരുമാറുന്നോ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പെരുമാറുന്നോ, നിങ്ങൾ സെക്യൂരിറ്റി കൊടുക്കുന്നോ എന്നൊരു ഫീൽ അവൾക്ക് കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതായത് നല്ല ആണുങ്ങളിൽ ഇപ്പം നല്ല ആണുങ്ങളിൽ 70% ആണുങ്ങൾക്കും ധൈര്യം കാണത്തില്ല. മനസ്സിലായോ? അവന്മാർക്ക് പ്രതികരിക്കാനുള്ള ശേഷി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ നല്ലവനായാലും പെണ്ണിന് അട്രാക്ഷൻ വരത്തില്ല. നേരെ മറിച്ച് ഇപ്പോൾ ചീത്തയായിട്ടുള്ള ഒരുത്തനാണെന്ന് വെച്ചോ, അവൻ്റെ ഉള്ളിലുള്ളത് 80% ചീത്തയായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അവൻ നല്ല ധൈര്യശാലിയായിരിക്കും, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഫീൽ കിട്ടുന്നിടത്തോളം കാലം. അതായത് ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ലതായാലും ചീത്തയായാലും അട്രാക്ഷൻ വരും. അതായത് ഇപ്പം കുരങ്ങന്മാരുടെ, അതായത് ചിമ്പാൻസികളുടെ കാര്യം തന്നെ അതിൽ പറയുന്നുണ്ട്. ഞാൻ 2 വീഡിയോ കണ്ടതാണ്, 2ലും പറയുന്നുണ്ട് ചിമ്പാൻസികളുടെ ആൽഫ മെയിലിൻ്റെ ഒരു കോൺസെപ്റ്റ് അതുള്ളതാണ്. അപ്പം ചിമ്പാൻസികളുടെ ആൽഫ മെയിലുകൾ ചിലപ്പോൾ ദുഷ്ടനായാലും പെണ്ണുങ്ങൾക്ക് താല്പര്യം വരും. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സിംഹങ്ങളുടെ കാര്യം എടുക്കാം. സിംഹങ്ങളിൽ ഒരു സിംഹം വന്ന്, ഇപ്പം ഒരാൺ സിംഹവും പെണ്ണ് സിംഹവും കുഞ്ഞുങ്ങളും ഉള്ളൊരു ഗ്രൂപ്പ്. അതിൽ വേറൊരു സിംഹം വന്ന് ഈ ആൺ സിംഹത്തിനെ കൊന്നിട്ട് ഈ കുഞ്ഞുങ്ങളെയും കൊന്നുകളയും. മനസ്സിലായി? അതായത് ആ ചത്തുപോയ ആണിൻ്റെ കൊച്ചിനെയും കൂടെ കൊന്നോളാം. അതായത് ആ പെണ്ണിന് ഒരു ഫീലും കാണത്തില്ല. ആ പെണ്ണ് വീണ്ടും ഈ പുതുതായിട്ട് വന്നവൻ്റെ കൂടെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇണ ചേർന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും. അതായത് അവൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എൻ്റെ കുഞ്ഞിനെ കൊന്നവനാ ഇവനെന്ന്. അപ്പോൾ മനസ്സിലായോ? പുതുതായിട്ട് വന്ന ആൽഫ മെയിൽ നല്ലവനാണോ ചീത്തയാണോ നോക്കണ്ട. അതവരുടെ നേച്ചറാണ്, അതവരുടെ സ്വഭാവമാണ്. അതായത് ആ ആണ് അവൻ്റെ ചോര അല്ലാത്തതുകൊണ്ട് അതിനെ കൊല്ലും. ഗേൾസിനും അതൊരു പ്രശ്നമല്ല. ആ സിംഹങ്ങളിൽ അവർക്കും അതൊരു പ്രശ്നമല്ല. അവരുടെ സംഘത്തിൻ്റെ നേച്ചറാണത്. മനസ്സിലായോ? അപ്പോൾ ഈ നാച്ചുറൽ സ്ക്വാഡ് തന്നെ കുറ്റം പറയാൻ വേണ്ടി ബ്ലാക്ക് പില്ലുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇത് കുറ്റം പറഞ്ഞുകൊണ്ടുള്ളതല്ല, അല്ലാതെ പറയുക. ബ്ലാക്ക് പില്ലിൽ പറയുന്നത് ശരിയാണ്. അതായത് ആൽഫ മെയിൽ, ഇപ്പം നാച്ചുറൽ സ്ക്വാഡുകാരൻ പറഞ്ഞ് കുറേ ആൽഫ മെയിലുകളുടെ കാര്യം. ഈ ആൽഫ മെയിലൊക്കെ ദുഷ്ടന്മാരാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആൽഫ മെയിൽ നല്ലവനാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ഷർട്ടൂരാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ആൽഫ മെയിൽ നല്ലവനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബ്ലാക്ക് പില്ല് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ നാച്ചുറൽ സ്ക്വാഡുകാരൻ ആൽഫ മെയിൽ എന്നുള്ള രീതിയിൽ ആരെയൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ, അതായത് IQ പരമായിട്ടോ അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ലീഡറിനെ പോലെ നല്ല IQ എന്നൊക്കെ രീതിയിൽ ആരെയൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഈ തെറ്റ് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലാണ് ഈ ബ്ലാക്ക് പില്ല് സംസാരിക്കുന്നത്. അത് ശരിയാണ്. പണ്ടത്തെ രാജാക്കന്മാർ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, ബലമായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സത്യമാണ്. ഈ ബ്ലാക്ക് പില്ലുകാരൻ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല. സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. കാണുമായിരിക്കും, എന്തോ എനിക്കറിഞ്ഞൂടാ. കാണുവാണെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞല്ല ഞാൻ ഇടുന്നത്. നിങ്ങളുടെ വീഡിയോ 1-2 വീഡിയോകളൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് നാച്ചുറൽ സ്ക്വാഡുകാരൻ പറഞ്ഞതാണ് ശരി. കാരണം ആൽഫ മെയിൽ എന്ന് പറഞ്ഞ സംഭവം ലോകത്തിലുണ്ട്. അതായത് ഏതൊക്കെ സംഘജീവികളുണ്ടോ അതിലെല്ലാം ആൽഫ മെയിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ കാര്യമൊന്നും എടുക്കല്, അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ.
ഏതൊരു ഇതിലായാലും ആൽഫ മെയിൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ ബ്ലാക്ക് പില്ല് പറയുന്നുണ്ട് ഏതോ ഒരു അപ്പൂപ്പൻ ഒരു സയൻറ്റിസ്റ്റാണ് ഈ ആൽഫ മെയിൽ കണ്ടുപിടിച്ചത്. അത് സത്യമായിരിക്കും. എന്നിട്ട് അയാൾ തന്നെ ആ കോൺസെപ്റ്റ് മാറ്റി പറഞ്ഞെന്ന് വെച്ച് അതൊരിക്കലും ഇല്ലെന്ന് ആവത്തില്ല. അതായത് ഇപ്പം ഞാൻ പറയുകയാണ് ഭൂമി ഉരുണ്ടത് ഞാൻ കണ്ടുപിടിച്ച്, എന്നിട്ട് ഞാൻ പറയുകയാണ് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് പറയുക ഭൂമി ഉരുണ്ടതല്ല പരന്നതാണെന്ന്. ഞാൻ പറഞ്ഞെന്ന് വെച്ച് ഭൂമി വീണ്ടും പരന്നിരിക്കും. ആൽഫ മെയിൽ നല്ലവനാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മനസ്സിലായോ? ആൽഫ മെയിലിൽ ദുഷ്ടം കാണും. അതായത് ആൽഫ മെയിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന ജീവികളുണ്ട്. അതായത് ഇപ്പോൾ കടുവയെ പിടിച്ച ഒരു കൂട്ടി ഗ്രൂപ്പായിട്ട് ഇട്ടിട്ട് അങ്ങനെ പറയല്. അല്ലാതെ ഗ്രൂപ്പായിട്ട് ഈ ജന്മന, അതായത് നേച്ചർ സൃഷ്ടിച്ചേക്കുന്ന തന്നെ ഗ്രൂപ്പായിട്ട് ജീവിക്കാനാണ്. അതിൽ ഒരു സ്ട്രോങ് ആയിട്ട് എന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ പേരൊന്നും പറയല്ലേ. അതായത് ചില ഗ്രൂപ്പുകളുണ്ടല്ലോ, ഇപ്പം കഴുതപ്പുലി, ചെന്നായ, ചിമ്പാൻസി, കുരങ്ങ് അതുപോലുള്ള. അതിൽ ഗ്രൂപ്പിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളവനാണ് ആൽഫ മെയിൽ. അല്ലാതെ ഗ്രൂപ്പിൽ ഏറ്റവും നല്ലവനായ ഉണ്ണിയല്ല ആൽഫ മെയിലായിട്ട് മാറുന്നത്. ഗ്രൂപ്പിൽ ഇപ്പോൾ ചിമ്പാൻസികൾ എടുത്താൽ ബാക്കിയുള്ള ചിമ്പാൻസികളൊക്കെ ഇടിച്ച് പറത്തിച്ച് ഏറി കയറ്റണം. എന്നാലും അവൻ എത്ര എക്സ്ട്രീമായിട്ടിരുന്നാലും അവനെ മതി എന്ന് പറയും. കാരണം അവനാണ് അഗ്രസീവ്, അവനാണ് ഇപ്പം നാച്ചുറൽ സ്കോഡിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനാണ് ഹൈ ക്വാളിറ്റി. മനസ്സിലായോ? അവനുണ്ടാകുന്നത് ഇതുപോലെ അഗ്രസീവ് ആയിരിക്കും, അവനേക്കാളും അഗ്രസീവ് ആയിരിക്കും. അവൻ്റെ കൂടെ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ ഈ നല്ല പയ്യന്മാരെന്ന് നമ്മൾ പറയത്തില്ല, ഏതായി അന്യൻ സിനിമയിൽ അമ്പി പോലുള്ള പാവ ആണുങ്ങൾ, അവന്മാരൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചേക്കണം. അവന്മാരുടെ ഉള്ളിലും സെക്ഷലി താല്പര്യം വരുന്നുണ്ട് ഒരു പെണ്ണിനോട് മിണ്ടുമ്പോൾ. പക്ഷെ അവന് കാണിക്കാനുള്ള ധൈര്യമില്ല, അവളെ അബ്യൂസ് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പേടിച്ച് മിണ്ടാതിരിക്കും. അതുപോലെ ബാഡ് ബോയ്സ്, അവന്മാർ എന്ത് ചെയ്യും? ഈ സെക്ഷലി സംസാരിക്കാനുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് സംസാരിക്കും. ആ ഒരു വ്യത്യാസമുള്ളൂ. ബാഡ് ബോയ്സും നല്ലതല്ല, ഗുഡ് ബോയ്സും നല്ലതല്ല. അവന്മാരുടെ ഉള്ളിലെല്ലാം ഈ ഒരു ഇത് വരുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ റേഷ്യോ വ്യത്യാസം കാണും, അത്രേ ഉള്ളൂ. ഇപ്പോൾ സിഗ്മ മെയിലും മുഴുവനും നല്ലതാണെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? സിഗ്മ മെയിൽ വളരെ കുറവേ ഉള്ളൂ ലോകത്ത്. ഇപ്പോൾ സിഗ്മ മെയിലും നല്ലവനാണെന്ന് യാതൊരു നിർബന്ധമില്ല. അതായത് സിഗ്മ മെയിലിന് നല്ല കാര്യമാണ് ഇഷ്ടമെങ്കിൽ അവൻ നല്ല കാര്യങ്ങൾ പഠിച്ച് അതിൽ നിന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് കുറേ അറിവുകൾ വരും. അത് വെച്ച് അവൻ നല്ലത് ചെയ്യും. അവന് മോശം കാര്യത്തോടെ ഇഷ്ടമെങ്കിൽ മോശം കാര്യത്തിനെക്കുറിച്ചുള്ള അറിവുകൾ അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അവൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അടുത്തുനിന്ന് പഠിച്ച് അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് ഐഡിയകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു നോളജ് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഐഡിയകൾ ഉള്ളിൽ നിന്ന് വരും. അപ്പം നല്ലവനാണെങ്കിൽ മാത്രമേ സമൂഹത്തിന് അവനെ കൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ സിഗ്മ മെയിലിന് എന്താണോ വേണ്ടുന്നത് അതിൽ നിന്ന് അവന് തന്നെ ഒരുപാട് ഐഡിയകൾ തന്നെ വരും. അങ്ങനെ ഒരു ഇതാണ് സിഗ്മ മെയിൽ എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആൽഫ മെയിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർ, സിഗ്മ മെയിലിന് അവൻ തന്നെ ലീഡർ, സിഗ്മ മെയിലിന് അവൻ തന്നെ രാജാവ്. അവന് അവൻ്റേതായിട്ടുള്ള രീതികൾ കാണും, അവൻ്റേതായിട്ടുള്ള റൂൾസ് കാണും. അതൊന്നും അത് മാറ്റിയിട്ട് ആൽഫ മെയിലിൻ്റെ റൂൾ അനുസരിക്കാൻ അവനെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. അതായത് അവൻ്റെ കോറ്, അവൻ്റെ അൾട്ടിമേറ്റ് ഇത് തന്നെ അതാണ്. അപ്പം അവൻ്റെ ആ നിയമങ്ങൾ മാറ്റിയിട്ട് ആൽഫ മെയിലിൻ്റെ നിയമം അനുസരിച്ചാൽ അത് അവനല്ല. അവൻ്റെ ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവം മാറ്റി വെച്ചാൽ അത് നമ്മളാണോ? ഒരിക്കലും അല്ല. അത് വേറൊരു ബോഡി പോലെ അല്ലേ? സത്യമല്ലേ? അതുപോലെ സിഗ്മ മെയിലിൽ കുറേ റൂളുണ്ട്. അത് മാറ്റിയിട്ട് ഒരിക്കലും അവൻ ആൽഫ മെയിലിനെ അനുസരിച്ച് ജീവിക്കാൻ അവൻ നിൽക്കത്തില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ തന്നെ നിൽക്കത്തില്ല, ഗ്രൂപ്പിൽ നിന്ന് വെളിയിൽ പോകും. ഗ്രൂപ്പിൽ നിന്ന് വെളിയിൽ പോയാൽ അവൻ്റെ രീതിയിൽ പോകാം. ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്ന് ആൽഫ മെയിലിലൂടെ അടി ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഗ്രൂപ്പിന് വെളിയിൽ പോകും. ഗ്രൂപ്പിന് വെളിയിൽ പോയിട്ട് സിഗ്മ മെയിലിൻ്റെ കാര്യം കുറച്ച് ഇതാണ്. അതായത് അവൻ തന്നെ സ്വന്തമായിട്ട് അറിവുകൾ കണ്ടെത്തണം, സ്വന്തമായിട്ട് അവനെ ഭൂമിയിൽ അതിജീവിക്കണമെങ്കിൽ അവൻ തന്നെ എല്ലാത്തിനും കഷ്ടപ്പെടണം. അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് വന്ന് അവൻ തന്നെ ഐഡിയകൾ കണ്ടുപിടിക്കും, അവന് വേണ്ട എന്താണോ അതിനുള്ള ഐഡിയകൾ കണ്ടുപിടിക്കും. അവൻ തന്നെ സ്ട്രഗിൾ ചെയ്ത് അവൻ തന്നെ ലോകത്തെ അതിജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ചിന്തകൾ വെച്ചും ഐഡിയകളൊക്കെ വെച്ച് അവൻ ഈ ഭൂമിയിൽ അതിജീവിക്കും. അതാണ് സിഗ്മ മെയിൽ. സിഗ്മ മെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പം ഒരു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒച്ചയെടുത്ത് ബഹളം ഉണ്ടാക്കുന്നവനല്ല സിഗ്മ മെയിൽ. സിഗ്മ മെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കും. അവൻ ഏറ്റവും കൂടുതൽ, അതായത് അവൻ്റെ ഐഡിയകൾ എവിടെയും കിട്ടത്തില്ലായിരിക്കും, പുതുതായിട്ട് തോന്നും, കേൾക്കുന്നവർക്കൊക്കെ പുതുതായിട്ട് തോന്നും, എല്ലാവരും അവൻ്റെ പിന്നാലെ പോകും. മനസ്സിലായോ? അതാണ് സിഗ്മ മെയിൽ. സിഗ്മ മെയിലും നല്ലവനാണെന്ന് യാതൊരു നിർബന്ധമില്ല. അതായത് അവൻ നല്ലവനായിരിക്കണമെന്നൊരു നിർബന്ധമില്ല. അവൻ സിഗ്മ മെയിൽ എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, ഈ ഗ്രൂപ്പിന് വെളിയിൽ പോകുന്നവനാണ് സിഗ്മ മെയിൽ എന്നല്ലേ അർത്ഥമുള്ളൂ. സിഗ്മ മെയിൽ നല്ലവനാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ ബ്ലാക്ക് പില്ലിനകത്ത് പറഞ്ഞത് ആൽഫ മെയിൽ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പം ആൽഫ മെയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആൽഫ മെയിൽ സ്ത്രീകളെ നിർബന്ധിച്ച് സെക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് ചരിത്രത്തിൽ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഗായ്സ്, എനിക്ക് ചരിത്രം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയാണ്, അതിൽ ആൽഫ മെയിൽ നല്ലവനാണെന്ന് ഒരിടത്തുമില്ല, രാജാവ് നല്ലവനാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മനസ്സിലായി? അതായത് ലോകത്ത് എവിടെയൊക്കെ രാജാക്കന്മാരുണ്ടോ അതിൽ നല്ലവനായ ഉണ്ണിയായിട്ടിരുന്നവരൊക്കെ പെട്ടെന്ന് ചത്തുപോയിട്ടുണ്ട്. അതായത് രാജാവ് എന്ന് പറഞ്ഞാൽ നല്ലവനും ആയിരിക്കണം, അതേസമയം ഏത് അറ്റം വരെയും പോകാനും എപ്പോഴും റെഡിയായിട്ട് നിൽക്കുന്നവനായിരിക്കണം. അതായത് എന്തിനും റെഡിയായിട്ട് നിൽക്കുന്നവനായിരിക്കണം, അവനെ രാജാവ് എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, നീ വല്ല ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടോ, നീ ഇതിൽ ഹിസ്റ്ററി ബുക്ക് പഠിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ബുക്ക് വായിച്ച് നോക്കിയിട്ടുണ്ടോ എന്നോട് ചോദിക്കാം. അത് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. അതായത് ഞാൻ ഒരുപാട് ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവരെ കുറിച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള 1-2 കാര്യം ഞാൻ ഇപ്പോൾ പറയാം. ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്ന 2 പേരുടെ കാര്യം ഞാൻ പറയാം. ഒന്ന് R.R. മാർട്ടിൻ, അതുപോലെ റോബർട്ട് ഗ്രീൻ. ഇവരൊക്കെ ഹിസ്റ്ററി നല്ലപോലെ പഠിച്ചവരാണ്. അതായത് നമ്മുടെ ഷട്ടോരാനെ പോലെ
ഈ ഹിസ്റ്ററിയെ കാച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുന്നവന്മാരാണ്. ഒരു 70-80 വയസ്സുള്ള 2 പേരാണ്. ഇവർ മെയിനായിട്ട് എല്ലാ ഇൻ്റർവ്യൂവിലും മെയിനായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഒരുപാട് എംപയർ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, 10-15,000 രാജാക്കന്മാരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിലൊരു രാജാവ് പോലും നല്ലവനായിട്ടുള്ള രാജാവില്ല. നല്ലവനായിട്ടുള്ളവനുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് ചത്തിട്ടുണ്ടായിരിക്കും. അതായത് നല്ലവനായിട്ടുള്ള രാജാവ് ഒന്നിനും ഒരു ഉപയോഗം ഇല്ലാത്തവനാണ് ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുവന്നില്ല. അവൻ ഒന്നിനും റെഡി ആയിരിക്കത്തില്ല. സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ച് അവൻ പൊരുത്തപ്പെടത്തില്ല, അഡാപ്റ്റ് ചെയ്യത്തില്ല. അവനെ പെട്ടെന്ന് ഈസിയായിട്ട് എല്ലാവരും കൊന്നു കളയും, മനസ്സിലായോ? അവനെ പെട്ടെന്ന് ചതിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു നല്ലവനായിട്ടുള്ള, നല്ലത് മാത്രം ചെയ്യുന്ന, നല്ല മനസ്സുള്ള, നല്ല ഹാർട്ടുള്ള ഒരു രാജാവ് ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ബ്ലാക്ക് പില്ല് ചോദിക്കുന്നത് ആൽഫ മെയിലാണെങ്കിൽ പിന്നെ എന്തിനാ അവൻ നിർബന്ധിച്ച് പെണ്ണുങ്ങളെ കൊണ്ട് സെക്സ് ചെയ്യിക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ സ്കോഡുകാരൻ എവിടെയും പറഞ്ഞിട്ടില്ല രാജാവ് നല്ലവനാണ്, രാജാക്കന്മാരെ നല്ലവനാണ്, ലോകത്തുള്ള ആൽഫ മെയിലൊക്കെ നല്ലവനാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറയാൻ വന്നത് ഇവർ രണ്ടുപേരും പറയുന്നത് ശരിയാണ്. അതായത് ആൽഫ മെയിൽ ഉണ്ടെന്നുള്ളതാണ് ശരി. അപ്പം ആൽഫ മെയിൽ ഇല്ലെന്ന് പറഞ്ഞത് ബ്ലാക്ക് പില്ല് പറഞ്ഞത് മൊത്തത്തിൽ തെറ്റാണ്. ബാക്കിയുള്ള കാര്യം, അതായത് നാച്ചുറൽ സ്കോഡുകാരൻ പറയും ആൽഫ മെയിലിൻ്റെ, അതായത് രാജാവിൻ്റെ തോഴിയാവാനെങ്കിൽ ആഗ്രഹിച്ച് പെണ്ണുങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് പില്ലും പറയുന്നത് ശരി, ആൽഫ മെയിൽ നിർബന്ധിച്ച് പെണ്ണുങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ഇത് രണ്ട് പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. നാച്ചുറൽ സ്കോഡുകാരൻ പറയുന്നത് ശരിയാണ്. അയാൾ പറഞ്ഞത് എന്താണ്, പെണ്ണുങ്ങൾ ആൽഫ മെയിലിനെ വേണം. അതായത് അതാണ് സത്യം. പെണ്ണുങ്ങൾക്ക് ലീഡറിനെ വേണ്ടത്, അല്ലാതെ ഈ ഗ്രൂപ്പായിട്ട് സൈന്യത്തിനല്ല പെണ്ണുങ്ങൾക്ക് വേണ്ടത്. പെണ്ണുങ്ങൾക്ക് വേണ്ടത് പടവീരന്മാരെയല്ല, പടത്തലവനെയാണ്, മനസ്സിലായോ? രാജാവിന് വേണ്ടി കൊലവിളിച്ച് ചാവാൻ നടക്കുന്നവനെ അല്ല പെണ്ണുങ്ങൾക്ക് വേണ്ടത്. അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന മെയിനായിട്ടുള്ള മാസ്റ്റർ ബ്രെയിനായിട്ട് നിൽക്കുന്ന ആൽഫ മെയിലാണ് എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടത്. പിന്നെ ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്നാൽ പിന്നെ നിർബന്ധിച്ച് രാജാവ് ചെയ്യിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയുന്നൊരു കാര്യം ഞാൻ പറയാം. ഇത് സത്യമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എൻ്റെ അഭിപ്രായം. അതായത് ഞാൻ സൈക്കോളജിയെക്കുറിച്ച് പറയാം. ഒരു പെണ്ണ് നിങ്ങൾക്ക് ഹായ് ഇട്ട്, മനസ്സിലായോ? ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെണ്ണ് നിങ്ങളുടെ അക്കൗണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഹായ് ഇട്ട് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ചെറിയ താല്പര്യം ഉണ്ടെന്ന് അർത്ഥം. അപ്പം നിങ്ങളെന്ത് ചെയ്യണം, ആ ഒരു ഇൻട്രസ്റ്റിനെ നിങ്ങൾ സൈക്കോളജിക്കലി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല കംഫർട്ടബിളാക്കി അവളെ നല്ല കംഫർട്ടബിളാക്കണം ഫസ്റ്റ്. അവൾ ഹായ് ഇട്ടാലും അവൾ ഉടനെ ചാടിക്കയറി നല്ല ഫ്രീഡം ഒക്കെ കാണിക്കുമോ? ഇല്ല. സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അവളെ കംഫർട്ടബിളാക്കേണ്ടത് ആണുങ്ങളുടെ ജോലിയാണ്. അങ്ങനെ കംഫർട്ടബിളാക്കി സംസാരിച്ച് അവളെ ഒരു റിലേഷൻഷിപ്പിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അതിനുശേഷം സെക്ഷുവൽ ചോദിച്ചാൽ തരും. അതിനുശേഷം നമുക്ക് സെക്സ് വയ്ക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ ഹായ് ഇട്ട ഉടനെ നിങ്ങൾ അവളോട് ചോദിക്കുവാണ്, നിൻ്റെ നോഡ് സെൻഡ് ചെയ്യുക, നിൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ സെൻഡ് ചെയ്യുക, നിൻ്റെ അത് സെൻഡ് ചെയ്യുക, ഇത് സെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൾ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ അവൾ ഡിസ്കംഫർട്ടായിട്ട് പേടിച്ച് ബ്ലോക്ക് ചെയ്തോ എന്തെങ്കിലും ചെയ്താൽ അവൾ അപ്പോൾ തന്നെ എസ്കേപ്പ് ആവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും സംസാരിക്കാൻ ഇഷ്ടത്തോടെ വന്ന പെണ്ണ് ഒറ്റയടിക്ക് അകന്നുപോയി. കാരണം എന്താ? നിങ്ങളവിടെ സെക്ഷുവലായിട്ട് അവളൊരു ഉപകരണമായിട്ടോ അങ്ങനെ എക്സ്ട്രീമായിട്ട് നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത്, അപ്പോൾ എന്ത് ചെയ്തു? അവൾക്ക് താല്പര്യമുണ്ട്, താല്പര്യത്തോടാണ് വന്നത്, പക്ഷേ പോകേണ്ടി വന്നു. അതുപോലെയാണ് ഈ സ്ത്രീകളുടെ കാര്യം. സ്ത്രീകൾക്ക് ലീഡറിനെയാണ് വേണ്ടത്, സ്ത്രീകൾക്ക് ആൽഫ മെയിലിനെ തന്നെയാണ് വേണ്ടുന്നത്. പക്ഷേ അവർ ചിലപ്പോൾ ഒരു വീക്കായിട്ടുള്ള ഒരു ആണിൻ്റെ കൂടെ ആയിരിക്കും താമസിക്കുന്നത്, എന്നാലും ആൽഫ മെയിലിനെ വേണമെന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ ഈ രാജാവ് ഒരു പെണ്ണിൻ്റെ കംഫർട്ടബിൾ പോലും നോക്കാതെ, കാരണം അവൻ ദുഷ്ടനല്ലേ, ദുഷ്ടനും നല്ലവനും ഉണ്ട്. അവൻ രാജാവ് പെണ്ണിൻ്റെ കംഫർട്ടബിൾ പോലും നോക്കാതെ ഇപ്പം നാട് കാണാൻ ഇറങ്ങുമെന്ന് വെച്ചാൽ രാജാവ് ഒരു പെണ്ണിനെ കണ്ട് അവളെ തൂക്കിയെടുത്ത് കുതിരപ്പുറത്തിട്ടുകൊണ്ട് അവനങ്ങ് പോവുമായിരിക്കും. പെണ്ണിന് താല്പര്യമുണ്ട്, പക്ഷേ അവളെ ഡിസ്കംഫർട്ടാക്കി, അവൾ കംഫർട്ടബിളാണോ അല്ലെങ്കിൽ അതൊന്നും നോക്കാതെ അവളെ വേറെ ഒരു ഉപകരണം പോലെ കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രാജാക്കന്മാരുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിർബന്ധിച്ച് ചെയ്യേണ്ടി വരും, മനസ്സിലായോ? ആ ഒരു കോൺസെപ്റ്റാണ് എനിക്ക് പറയാൻ തോന്നിയത്. കാരണം എനിക്ക് പറയാൻ തോന്നിയത് ആ ഒരു ഐഡിയ ആണ്. കാരണം ഒരുപാട് പഠിച്ച് വന്നപ്പോൾ എനിക്ക് ഉള്ളിൽ ഇങ്ങനെ തോന്നിയതാണ്. അങ്ങനെ കാരണം താല്പര്യമുള്ളൊരു പെണ്ണിനെ നിർബന്ധിച്ച് ചെയ്യിക്കണമെങ്കിൽ ഈ ഒരു ഐഡിയ മാത്രമേ അവിടെ ഉള്ളൂ, മനസ്സിലായോ? അവൾ ഡിസ്കംഫോർട്ടായിട്ടിരുന്നിട്ടും ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ചിലത് തെറ്റാവാനും സാധ്യതയുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹിസ്റ്ററി അത്രയ്ക്ക് അറിഞ്ഞുകൂടാ, ബയോളജിയും. അതായത് ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ ഒന്നിലും അഭിപ്രായമല്ല പറയുന്നത്, ഞാൻ ഒരുപാട് അടുത്ത് കേട്ടിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്, അല്ലാതെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവുകളൊന്നും ഇതില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടത് ഞാൻ ഒരിക്കലും റിയാക്ഷൻ വീഡിയോ ചെയ്യത്തില്ലെന്ന് വിചാരിച്ച ഒരു ചാനലിൻ്റെ വളർച്ച തടസ്സപ്പെടുത്താനോ അതായത് ഒരു ചാനലിനെ സൂചിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇടത്തില്ലെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. പിന്നെ കമൻറ്റിന് വേണ്ടി ഞാൻ ഇട്ടതാണ്. അപ്പം ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും വിഷയത്തിൽ കയറി ഇടപെട്ടത് തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നാളെ ബ്ലാക്ക് പില്ല് എനിക്കെതിരെ വന്ന് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷട്ടോരാൻ എനിക്കെതിരെ റിയാക്ട് ചെയ്യാം. അവർക്കത് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം അറിവില്ലാത്തൊരു വിഷയത്തിനെക്കുറിച്ച് ഞാൻ ഇത്ര നേരം സംസാരിച്ച്. അപ്പം എൻ്റെ ഒരു ഐഡിയ എന്തോന്നു, എൻ്റെ ഒരു മൈൻഡ്, എനിക്ക് അറിയാവുന്ന കാര്യമേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ പറയുന്ന കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാനും പറ്റും.
മനസ്സിലായോ? അങ്ങനെയുള്ള ഐഡിയ ആണ്. എന്നിട്ട് ഞാനത് ചെയ്തത് എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പം ഇതിനെതിരെ ഒരു റിയാക്റ്റ് വീഡിയോ വന്നാലോ വന്നില്ലെങ്കിലോ ഇതിനൊരു രണ്ടാം പാർട്ട് ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, എനിക്ക് കണ്ടൻറ് ഇല്ലാത്ത പോലൊരു തോന്നൽ എനിക്ക് വരും. ഞാനിങ്ങനെ മറ്റുള്ളവരെ റിയാക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്നെ ഒരു റിയാക്റ്റ് ചെയ്താൽ അതിനെതിരെ പറയുമ്പോഴോ ഞാൻ നിങ്ങളുടെ സമയമാണ് കളയുന്നത്. കാരണം നിങ്ങൾ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതിന് വേണ്ടിയാണ്. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങൾക്ക് പുതിയ പുതിയ സൈക്കോളജി അറിവ് കിട്ടാൻ വേണ്ടി. അല്ലാതെ എൻ്റെ ഈ ചാനലിന് വേണ്ടി ഒരാൾ പറയുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ കണ്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് കാണാൻ വേണ്ടിയല്ല നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള പോലെ പുതിയ പുതിയ കണ്ടൻറ്റുകൾ ഇനിയും വരും. അതിനുവേണ്ടിയായിരിക്കും ഞാൻ ഇനിയും ഈ വീഡിയോയിൽ ഈ ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ ഞാനിങ്ങനെ ലെങ്ത്ത് കൂട്ടി വളവളാന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ച് 1-2 വീഡിയോയിൽ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവരും പറഞ്ഞ് നിങ്ങൾ ഡീപ്പായിട്ട് പറ, ഇനിയും ഡീപ്പായിട്ട് പറ, പറ്റുന്ന അത്രയും ഡീപ്പായിട്ട് പറ എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവസാനം വരെ ഇങ്ങനെ ബോറടിച്ച് കേൾക്കുവാണോ അതോ പോയിൻറ്റിന് വേണ്ടി നിങ്ങൾ ഒരുപാട് നേരം കാത്തിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിക്കിട്ടി. ഞാൻ കഴിവതും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയുകയാണ്. ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യത്തിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രീം ചീത്ത സ്വഭാവമുള്ള ഒരാളായിട്ട്, എന്ന് വെച്ചാൽ ചീത്ത കാര്യങ്ങൾ ചെയ്യണമെന്നല്ല, ബാഡായിട്ടുള്ള, അതായത് ദുഷ്ടനായിട്ടുള്ള ഒരാളുടെ ചില ക്യാരക്ടറുകൾ നിങ്ങളുടെ കയ്യിൽ വേണം. മനസ്സിലായോ? അങ്ങനെ ഒരു ക്യാരക്ടർ നിങ്ങൾ, എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ടൈപ്പിൽ ചില ക്യാരക്ടറുകൾ. അതുപോലെ ഞാനൊരു ബുക്കിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ. രാജാവ് നല്ലവനും ആയിരിക്കണം, എക്സ്ട്രീം എക്സ്ട്രീം ബ്രൂട്ടലായിട്ട് എന്തും ചെയ്യാൻ അവൻ റെഡി ആയിരിക്കണം. അതായത് ഒരു ആണെന്ന് പറഞ്ഞാൽ നല്ലവനും ആയിരിക്കണം, എന്ത് ചെയ്യാൻ അവൻ്റെ കൈ വിറയ്ക്കാനും പാടില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഞാനൊരു വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് ഒരുപാടൊന്നും കൂടാൻ പോകുന്നില്ല. അപ്പോൾ അത് വേണോ വേണ്ടേ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം അതിനൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് എപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ തന്നെ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടവർക്ക് പ്രത്യേക കൺഗ്രാജുലേഷൻ. കാരണം ഞാൻ ഇട്ടത് വെച്ച് ഏറ്റവും വലിയ നീളമുള്ള വീഡിയോ ഇതാണെന്ന് തോന്നുന്നു. അപ്പം ഇതുവരെ കണ്ടവർക്ക് നല്ലൊരു കൺഗ്രാജുലേഷൻ ഞാൻ തരുമോ. കാരണം 5% മലയാളികൾ മാത്രമേ എൻ്റെ വീഡിയോ കാണുന്നുള്ളൂ. അപ്പം ആ 5% മലയാളികളിൽ നിങ്ങളുണ്ട്. കൺഗ്രാജുലേഷൻ.